എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അംബ്രല്ല ടോപ്പും അതിനോടൊപ്പം നമ്മളൊരു ജാക്കറ്റും കൂടി ചെയ്യുന്നുണ്ട്. ഓണത്തിനോടനുബന്ധിച്ചിട്ട് കുട്ടികൾക്ക് ഞാൻ ഈ ഒരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ആളുകൾക്കുള്ളത് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വലിയ ആളുകൾക്കുള്ളത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അംബ്രല്ല ടോപ്പ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫുൾ സ്ലീവ് ആണ് ചെയ്യുന്നത്. ഫുൾ സ്ലീവ് തന്നെ നല്ല പ്ലീറ്റ്സ് വരുന്ന മോഡലിലുള്ള സ്ലീവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 മീറ്റർ ഞാൻ ജോർജറ്റിന്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. 2.5 മീറ്റർ ക്രേപ്പിന്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ജാക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 60 സെന്റിമീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഹാഫ് മീറ്ററിനേക്കാൾ ഒരു 10 സെന്റിമീറ്റർ കൂടുതലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്തി വീഡിയോ ആണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. ഞാൻ പറഞ്ഞു അംബ്രല്ല ടോപ്പാണ്, അതിന്റെ കൂടെ ഞാനൊരു ജാക്കറ്റും കൂടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറ്റാച്ചബിൾ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് മാത്രം ഈ ജാക്കറ്റിന്റെ പോർഷൻ എടുത്തിട്ട് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് ഞാൻ എ ലൈൻ മോഡലിലാണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ്ങും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അംബ്രല്ല മോഡലിൽ തന്നെ കട്ട് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ക്ലോത്ത് ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ചിട്ട് മടക്കിയിടുക. മടക്കിയിടുന്ന സമയത്ത് ഒരു 18 ഇഞ്ചോ 20 ഇഞ്ചോ വിടുത്തുള്ള രീതിക്ക് മടക്കിയിടുക. അപ്പോഴാണ് നമുക്ക് എ ലൈൻ ആയിട്ട് ടോപ്പ് ചെയ്യാൻ കുറച്ചുകൂടി നന്നായിരിക്കുക കേട്ടോ. നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഷോൾഡർ. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് താഴോട്ടേക്ക് 7 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ എൽ ഷേപ്പിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ജാക്കറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അംബ്രല്ല ടോപ്പ് വളരെ പ്ലെയിൻ ആയിട്ട് റൗണ്ട് നെക്കിലൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ചെസ്റ്റ് വിഡ്ത്ത് ആയിട്ട് 9 ഇഞ്ചാണ്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ബേസ് ലെങ്ത് ആയിട്ട് 15 ഇഞ്ചാണ് കൊടുക്കുന്നത്. സാധാരണ ഞാൻ 14 ഇഞ്ചാണ് കൊടുക്കുക. പക്ഷെ ഇവിടെ ഞാനൊരു ജാക്കറ്റും കൂടി വരുന്നതുകൊണ്ടാണ് കുറച്ച് ഇറക്കിയിട്ട് 15 ഇഞ്ച് കൊടുത്തത് കേട്ടോ. 15 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള പോയിന്റ് ആയിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. വിഡ്ത്ത് ആയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലേക്കുള്ള ആം ഹോൾ കുഴിച്ചു വരയ്ക്കുന്നുണ്ട്. നമ്മൾ എ ലൈൻ ടോപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റ് നേരെ താഴേക്ക് വരയ്ക്കുന്നുണ്ട്. അവിടെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊന്ന് ചരിച്ചു വരയ്ക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് സ്പീഡിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. എ ലൈൻ ആയിട്ട് കട്ടിങ് എങ്ങനെയാണെന്ന് അറിയില്ല, എ ലൈൻ ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ് കേട്ടോ. ഒരു പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ടിലേക്കുള്ള പീസ് മടക്കിയിട്ടിട്ട് അവിടെ മാത്രം 1/2 ഇഞ്ച് ഒന്ന് ഉള്ളോട്ടേക്ക് കുഴിച്ചിട്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കട്ട് ചെയ്യുന്നുണ്ട്, മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് എടുക്കാം. ആദ്യം നമുക്ക് സ്കേർട്ട് പീസ് കട്ട് ചെയ്യാം, അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. 4 മീറ്റർ ആണ് ജോർജറ്റിന്റെ ഫാബ്രിക് എടുത്തതെന്ന് പറഞ്ഞു. അതിൽ എനിക്ക് ഫുൾ സ്ലീവ് വേണം എന്നുള്ളതുകൊണ്ട്, അത്യാവശ്യം നല്ല ചുരുക്കുള്ള മോഡലുള്ള ഫുൾ സ്ലീവ് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ 1 മീറ്ററോളം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്റെ ജോർജറ്റ് ഫാബ്രിക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 45 ഇഞ്ചായിരുന്നു. അപ്പൊ ഞാൻ 1 മീറ്റർ കറക്റ്റ് അളന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് വരുന്ന ക്ലോത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം 2 ആക്കി മടക്കുക. പിന്നെ അതിനെ കോണോട് കോൺ ചേർത്ത് മടക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ആംഗിൾ ആയിട്ട് മടക്കുക. ആംഗിൾ ആയിട്ട് വരുന്ന ഭാഗം നമുക്ക് നേരെ പാരലൽ ആയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ നന്നായിട്ട് കാണാൻ പറ്റും. താഴെ ഇരിക്കുന്ന പീസിന് ലെങ്ത് കുറവും മുകളിൽ ഇരിക്കുന്ന പീസിന് ലെങ്ത് കൂടുതലും ആയിരിക്കും. എപ്പോഴും നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ അതിനെ അങ്ങനെ വിടുക. ഇനി എത്രയാണോ നമ്മൾ വേസ്റ്റ് വിഡ്ത്ത് എന്ന് വെച്ചാൽ ആ വേസ്റ്റ് വിഡ്ത്ത് എടുക്കുക. അപ്പൊ ഞാൻ നേരത്തെ എ ലൈൻ കുർത്തി മാർക്ക് ചെയ്യുന്ന സമയത്ത് 8 ഇഞ്ചാണ് വേസ്റ്റ് വിഡ്ത്ത് എടുത്തത്. അതേ 8 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അതിന് കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 9 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 9 ഇഞ്ച് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് എവിടെയാണോ കറക്റ്റ് 9 വരുന്നത് ആ 9 മാർക്ക് ചെയ്യുക. ഈ 9 എന്നുള്ളത് എൻ്റെ അളവാണ്. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവ് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. കുറച്ച് നീക്കിയും കുറച്ചൊന്നും മാർക്ക് ചെയ്യരുത്. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോത്ത് വെറുതെ വേസ്റ്റേജ് വരും. അവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഈ ലൈനിന്റെ താഴോട്ടേക്കായിട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ 1 ഇഞ്ച് ഈ എൻഡിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക. നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടോപ്പ് പോർഷനും സ്കേർട്ട് പോർഷനും കൂടി ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വരയ്ക്കാൻ വേണ്ടി പറയുന്നത്. ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിന്റെ കൂടെ സീം അലവൻസും കൂടി ചേർത്തിട്ടുള്ള അളവ് ഇതിന്റെ താഴോട്ടേക്ക് മാർക്ക് ചെയ്യാം. അതായത് ടോട്ടൽ ലെങ്ത്തിന് എത്രയാണോ നിങ്ങൾ യോക്കിന് ലെങ്ത് കൊടുക്കുന്നത് ആ ലെങ്ത് മൈനസ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന അളവിന്റെ കൂടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ ഒരു 34 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 34 ഇഞ്ച് മാർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ആ എൻഡിൽ എത്തുമ്പം
നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. പക്ഷെ അത് കുഴപ്പമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും അംബർല ടോപ്പ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ എയർലൈൻ ടോപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈഡ് കുറച്ച് മുകളിലേക്ക് ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 2.5 ഇഞ്ചോ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടൊന്ന് ചരിച്ച് മാർക്ക് ചെയ്യും. അപ്പം അതുപോലെ നമ്മളിവിടെ 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടൊന്ന് ചരിച്ച് മാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. എക്സ്ട്രാ പീസൊന്നും ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കൂടുതലാണ് നിങ്ങൾ ലെങ്ത് എടുക്കുന്നതെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ക്ലോത്തിന്റെ വിഡ്ത്ത് കുറവാണെന്നുണ്ടെങ്കിലോ മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒറ്റ പീസിൽ കിട്ടുന്നില്ല, എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഇന്നർ സർക്കിളും ഔട്ടർ സർക്കിളും നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒറ്റ പീസായിട്ടാണ് ഉണ്ടാവുക. അതിന്റെ സെന്ററും കൂടി ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിൽ നിന്ന് വേണം, അതായത് താഴ്ഭാഗത്ത് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിൽ നിന്ന് വേണം നമ്മൾ യോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കുഞ്ഞു സ്ലീവാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു സ്ലീവും കൂടി നിങ്ങൾക്ക് ഈ ഒരു പീസിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഇനി 3/4 സ്ലീവ് ആണെങ്കിൽ അതും കിട്ടും. പക്ഷെ സെന്ററിൽ ജോയിന്റ് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് മാത്രമാണ് പ്രശ്നമായിട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ക്ലോത്ത് എടുക്കുക. ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിനെ ഞാൻ ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. 15 ഇഞ്ചാണ് യോക്കിന് ലെങ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. 15 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 16 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് ബാക്കി എക്സ്ട്രാ പീസ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 2 സൈഡിലും അത്യാവശ്യം പീസ് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുഞ്ഞു സ്ലീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി 3/4 സ്ലീവ് ആണെങ്കിലും സെന്ററിൽ ജോയിൻ കൊടുത്തിട്ട് ഈ ക്ലോത്ത് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നേരത്തെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ആ ലൈനിങ്ങിന്റെ ബാക്ക് പീസ് എടുക്കുക, ഫ്രണ്ട് പീസ് എടുക്കരുത് കേട്ടോ. ബാക്ക് പീസ് എടുത്തിട്ട് കറക്റ്റ് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ആ അളവ് പ്രകാരം സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലേക്കുള്ള ആം ഹോളും കൂടി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഫുൾ സ്ലീവ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫുൾ സ്ലീവ് ആണെങ്കിൽ തന്നെ താഴ്ഭാഗത്ത് അത്യാവശ്യം ചുരുക്കുള്ള മോഡലിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ക്ലോത്ത് 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. 4 ആക്കി മടക്കിയിടുന്ന സമയത്ത് 11.5 ഇഞ്ച് വിഡ്ത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് 11.5 ഇഞ്ച് വേണ്ട, ഒരു 9.5 മതി. അപ്പൊ ഞാൻ ആ കറക്റ്റ് 9.5 ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ലെങ്ത് ആയിട്ട് ഞാനൊരു 34 ഇഞ്ച് ലെങ്ത് എടുക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് അത്യാവശ്യം ചുരുങ്ങി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ 3/4 സ്ലീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 3.5 ഇഞ്ചൊക്കെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫുൾ സ്ലീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നോർമൽ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നത് പോലെ തന്നെ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുക. ഞാൻ ഇതേപോലെ 8 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പൊ 8ന്റെ പകുതി എന്ന് പറയുമ്പോൾ 4 ഇഞ്ചാ വരിക. ആ 4 മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന്റെ കൂടെ എത്രയാണോ നിങ്ങൾക്ക് ലൂസ് വേണ്ടതെന്ന് വെച്ചാൽ ആ ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് യോജിപ്പിച്ച് വരച്ചാൽ മതി. ബോന്റെ അവിടെ വരെയുള്ള ലെങ്ത് മാർക്ക് ചെയ്യുക, അവിടേക്കുള്ള വിഡ്ത്ത് മാർക്ക് ചെയ്യുക, അവിടേക്കുള്ള സീം അലവൻസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 3 പോയിന്റും കൂടി യോജിപ്പിച്ച് വരയ്ക്കുക. യോജിപ്പിച്ച് വരച്ച പ്രകാരം കട്ട് ചെയ്യുക. സെന്ററിൽ ഒരു കട്ട് കൊടുക്കുക. ഇതിനൊന്ന് നിവർത്തി വെച്ചിട്ട് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുക. അവിടെയും സെന്ററിൽ ഒരു നോച്ച് കൊടുക്കുക. ഇനി നമുക്ക് ജാക്കറ്റ് ചെയ്യാം. ജാക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എയർലൈൻ കുർത്തി ചെയ്യുന്ന സമയത്ത് ആ യോക്കിന്റെ ഭാഗം വരച്ച സെയിം അളവുകളും കാര്യങ്ങളുമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു പാറ്റേൺ വരച്ചിട്ട് ആ പാറ്റേൺ പ്രകാരം യോക്ക് പീസ് കട്ട് ചെയ്യാം. ആ പാറ്റേൺ പ്രകാരം തന്നെ എയർലൈൻ കുർത്തിയും കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ആയിട്ട് 15 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലേക്ക് ഞാൻ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാനുള്ള കാരണം കൂടി പറയാം. നമ്മൾ യോക്ക് പീസും സ്കേർട്ട് പീസും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ലൈനിന്റെ കറക്റ്റ് ഈ ഒരു ജാക്കറ്റ് വന്ന് നിൽക്കുമ്പോൾ ആ ലൈൻ ഇങ്ങനെ എടുത്ത് കാണിക്കുക. അപ്പൊ ആ ലൈൻ എടുത്ത് കാണിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ജാക്കറ്റിന് ഒരു 1/2 ഇഞ്ചും കൂടി ഇറക്കം എക്സ്ട്രാ മാർക്ക് ചെയ്തത് കേട്ടോ. തീർത്തും ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഈ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്കറ്റും ജാക്കറ്റിനുള്ള ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെയിം ഒരേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിലേക്കുള്ള ആം ഹോള് ലൈനിങ്ങിനും അതുപോലെ തന്നെ പ്ലെയിൻ ക്ലോത്തിനും കട്ട് ചെയ്തെടുത്താൽ മതി. ഫ്രണ്ടിലുള്ള പാറ്റേൺ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് താഴേന്ന് മുകളിലേക്ക് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വിഡ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി മാർക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. ജസ്റ്റ് ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഒരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്ക് വിഡ്ത്ത് ആയിട്ട് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചിന്റെ നേരെ താഴോട്ടേക്ക് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആ നെക്ക് വരുന്ന ആ ഭാഗം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് വന്നിട്ട് എന്നിട്ട് അവിടുന്ന് താഴോട്ടേക്ക് ഇങ്ങനെ
ഈ ഒരു ഷേപ്പ് വരുന്ന രീതിക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് വലിയ അളവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ റാൻഡം ആയിട്ടൊന്ന് ഇങ്ങനെ എനിക്ക് വേണ്ട ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട ഷേപ്പ് വരച്ചെടുക്കുക. പ്രത്യേകിച്ച് അളവൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊന്ന് വരച്ചെടുക്കുക. ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വൈഡ് ആയിട്ട് വരയ്ക്കാതിരിക്കുക. എന്നിട്ട് വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ്റേൺ നിങ്ങളുടെ ദേഹത്തൊന്ന് വെച്ച് നോക്കുക. നമ്മൾ ആ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് അത് പോരാ, എനിക്ക് കുറച്ചും കൂടി വൈഡ് ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടി വൈഡ് ആക്കി കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് ആദ്യമേ നമ്മൾ വൈഡ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പോരാന്ന് തോന്നിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതുപോലെ ജാക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പാറ്റേൺ വരച്ചിട്ട് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് ഈ പാറ്റേൺ വരയ്ക്കാനുള്ള പേപ്പറും കാര്യവും ഒന്നും ഇല്ലെങ്കിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. സാധാരണ ന്യൂസ് പേപ്പറിൽ വരച്ചാലും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ആദ്യം നമ്മൾ ലൈനിങ് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിന്റെ മുകളിലായിട്ട് ഫ്രണ്ടിലെ പീസ് വെച്ചിട്ടുണ്ട്. അതിന്റെ സെന്ററിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാൻവാസ് പേപ്പർ വെക്കുന്നുണ്ട്. ക്യാൻവാസ് പേപ്പർ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും 6 ഇഞ്ച് ഇറക്കത്തിലും ഒരു റൗണ്ട് നെക്കാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മൂന്നും സെന്റർ ടു സെന്റർ ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. മെയിൻ ക്ലോത്തിന്റെ നല്ല വശത്തിന് മുകളിലാണ് ക്യാൻവാസ് പേപ്പർ വെക്കേണ്ടത്. എന്നിട്ട് ക്യാൻവാസ് പേപ്പറിലുള്ള ഷേപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക, മറച്ചിട്ട് അടിക്കുക. സെയിം ഇതേപോലെ തന്നെ ബാക്കിലെ നെക്കും ചെയ്യുക. ബാക്കിലെ നെക്ക് ചെയ്യുന്ന സമയത്ത് 3 ഇഞ്ച് നെക്ക് വിഡ്ത്തിലും 4 ഇഞ്ച് ഇറക്കത്തിലും റൗണ്ട് നെക്ക് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒപ്പം ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഫ്രണ്ടിലെ പീസിന്റെ ലൈനിങ് മാറ്റി കൊടുക്കുക. എന്നിട്ട് യോക്ക് പീസിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സ്കേർട്ട് പീസിന്റെ സെന്ററിലും നോച്ച് കൊടുക്കുക. യോക്കിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സ്കേർട്ടിന്റെ നല്ല വശം വെക്കുക. പിൻ കുത്തി കൊടുക്കുക. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. യോക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകൾ ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ചോ അല്ലെ 1 ഇഞ്ചോ ചെരിച്ചിട്ട് താഴ്ഭാഗം ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ സ്കേർട്ട് പീസിൽ താഴ്ഭാഗം ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യാണ്ടിരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഥവാ കട്ട് ചെയ്യാൻ മറന്നാലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊന്ന് ചെരിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. സെയിം ഇതേപോലെ തന്നെ ബാക്കിലേക്കുള്ള പീസും ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. ഷോൾഡർ ലൈനിന്റെ സെന്ററിലായിട്ട് സ്ലീവിന്റെ സെന്റർ വെച്ച് കൊടുക്കുക. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള പീസിൽ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തപ്പോൾ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗം തന്നെയല്ലേ ഫ്രണ്ടിലേക്ക് വരുന്നതെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് സെന്ററിൽ നിന്ന് ഒരു സ്റ്റിച്ച് ചെയ്യുക. സെന്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ 2 സ്ലീവും ജോയിൻ ചെയ്തെടുക്കുക. ഞാൻ ഇതേപോലെ തന്നെ സ്ലീവിന്റെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീം അലവൻസ് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇട്ട് നോക്കിയിട്ട് നമുക്ക് എത്ര ലൂസ് ഉണ്ടെന്ന് വെച്ചാൽ ആ ലൂസിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, പ്രസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ മതി. പ്രസ് ബട്ടൺ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് കൈയിന്റെ എൻഡിൽ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന മോഡലിലുള്ള സ്ലീവ് കിട്ടും. ഇനി ഇതിൽ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ യോക്കിന്റെ ഭാഗം വരെ നമ്മൾ എന്ത് ചെയ്യുക, സീം അലവൻസ് പ്രകാരം നമ്മുടെ ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒപ്പരം സ്റ്റിച്ച് ചെയ്യുക. അതായത് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുക. യോക്ക് കഴിഞ്ഞിട്ട് ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ താഴേക്ക് ഇറക്കി വരെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക. ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലൈനിങ് മെല്ലെ ഒന്ന് മാറ്റി കൊടുക്കുക. ലൈനിങ് മെല്ലെ മാറ്റിയിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ ക്ലോത്ത് മാത്രം തനിയെ സ്റ്റിച്ച് ചെയ്യണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ക്ലോത്ത് അംബ്രല്ല പ്രകാരമാണ് കട്ട് ചെയ്തത്. താഴെ ഇരിക്കുന്നത് എ ലൈൻ പ്രകാരമാണ്. അപ്പൊ എ ലൈനിന്റെ അതേ അളവിൽ നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഒന്നായിട്ട് കൂടി പിടിച്ചിരിക്കും. അപ്പൊ എ ലൈൻ ടോപ്പ് ചെയ്യുന്ന സമയത്തും അംബ്രല്ല ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ ഇതേപോലെ മെയിൻ ക്ലോത്തിനെയും ലൈനിങ്ങിനെയും സെപ്പറേറ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇത് ഇതേപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലൈനിങ് ഇതിനോടൊപ്പം വെച്ചിട്ട് കുറച്ച് ഭാഗം ലൈനിങ് ഇങ്ങനെ ഇതോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മെല്ലെ മെല്ലെ നമ്മൾ ഉള്ളിലുള്ള മെയിൻ ക്ലോത്ത് മാറ്റി കൊടുത്തിട്ട് ബാക്കി ബാലൻസ് ലൈനിങ് മാത്രമായിട്ട് തനിയെ സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. കൂടി പിടിച്ചിരിക്കുകയോ ഒന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് താഴ്ഭാഗം മടക്കി തയ്ക്കാം. താഴ്ഭാഗത്ത് ക്യാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് ക്യാൻ കൂടി കൊടുത്തെടുക്കാം കേട്ടോ. ഞാൻ താഴ്ഭാഗത്ത് ക്യാൻ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജാക്കറ്റിലേക്ക് വരാം. നേരത്തെ നമ്മൾ പാറ്റേണിൽ വരച്ചിട്ടുള്ള അതേ ഷേപ്പ് ഞാൻ ലൈനിങ്ങിൽ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടില്ല. ഇനി മെയിൻ ക്ലോത്തിന്റെ നല്ല ഭാഗത്തായിട്ട് ലൈനിങ് ഇതേപോലെ വെച്ചിട്ട് പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ജാക്കറ്റ് നമ്മൾ സ്ലീവ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. സ്ലീവിന്റെ ഭാഗം ഈ ഒരു ഷേപ്പ്, അടുത്ത സ്ലീവിന്റെ ഭാഗം, പിന്നെ താഴ്ഭാഗം, ഇത്രയും ഭാഗം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ലൈനിങ് വെച്ചിട്ട് തന്നെ ഒറ്റ പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് നെക്കിന്റെ ഭാഗത്തുള്ള എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത അത്രയും ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുന്നുണ്ട്. സൈഡിൽ 2 ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലൂടെ ഇതിനൊന്ന് മറിച്ചെടുക്കുക. നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്യുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത അത്രയും ഭാഗം ഒന്ന് ഡബിൾ സ്റ്റിച്ചും കൂടി കൊടുത്ത് പെർഫെക്റ്റ് ആക്കി എടുക്കുക.
സെയിം ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് 3 ഇഞ്ച് നെക്ക് വിഡ്ത്തിൽ ഒരു 1/2 ഇഞ്ച് ഇറക്കം മാത്രം കൊടുത്താൽ മതി ബാക്കിലെ നെക്കിന് ട്ടോ. അതും ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻ ക്ലോത്തിന്റെ മുകളിലായിട്ട് ബാക്കിലെ പീസിന്റെ ലൈനിങ് വെക്കുക, പിൻ കുത്തി കൊടുക്കുക, ആം ഹോളിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക, നെക്കിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക, അടുത്ത ആം ഹോളിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക, താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുക. ഫ്രണ്ടിലെ പീസ് ചെയ്ത പോലെ തന്നെ മറിച്ചെടുക്കുക, പതിച്ചടിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്യണം. എങ്ങനെയാണ് ഇതുപോലെ വരുന്ന സമയത്ത് ഷോൾഡർ ജോയിൻ ചെയ്യാന്നുള്ള ഷോർട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ ട്ടോ. അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താത്ത എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ ലെങ്തി വീഡിയോ ആയി, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സൈഡ് അളവ് പ്രകാരം സൈഡ് ജോയിൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സൈഡ് ജോയിൻ ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് ഫ്രണ്ടിലെ പീസിന്റെ കറക്റ്റ് സെന്റർ കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെന്റർ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പട്ടുപാവാടയ്ക്കും ബ്ലൗസിനൊക്കെ പട്ടുപാവാടന്റെ ബ്ലൗസിലൊക്കെ കൊടുക്കുന്ന പോലെ ഹൂക്കും അയ്യും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പണിങ്, അതായത് പട്ടി പ്ലാക്കറ്റ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെന്റർ കട്ട് ചെയ്തിട്ട് ഈ ഹൂക്കും അയ്യും കൊടുത്താലും മതി. അതെങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം അത്രയും കൂടിയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് അംബ്രല്ല ടോപ്പ് ചെയ്തത്. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മളൊരു ജാക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഫാഷൻ പോയി കഴിയുമ്പോൾ നമുക്ക് ജാക്കറ്റ് ഒഴിവാക്കിയിട്ട് ഈ അംബ്രല്ല ടോപ്പിന്റെ കൂടെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ട പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. രണ്ട് മെത്തേഡിലും നമുക്ക് ഈ ഒരു ടോപ്പ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞാൻ അറ്റാച്ചബിൾ ആയിട്ട് ജാക്കറ്റ് ചെയ്യാണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ജാക്കറ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.